നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ സോൾഡ് എക്സാമ്പിൾസിൽ 2 എണ്ണം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യം നമ്മൾ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തേത് ഒന്ന് കോയിൻ ടോസ് ചെയ്യുന്നത്, രണ്ടാമത്തേത് ഡിഫക്റ്റീവ് ഐറ്റം സെലക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡൈസ് ഈസ് ത്രോൺ 200 times and outcomes are as follows. ഡൈസ് ത്രോ ചെയ്തു. ഡൈസ് എന്ന് വെച്ചാല് ലൂഡോ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, ക്യൂബ്. ഡൈസ് ത്രോ ചെയ്തു. എത്ര തവണ? 200 times ത്രോ ചെയ്തു. എന്നിട്ട് ഓരോന്നും എത്ര തവണ കിട്ടി എന്നുള്ളത് നമ്മുടെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്കം, ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഇവന്റ് ഒക്കേഴ്സ്. ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഏതൊക്കെ പോസിബിൾ ഔട്ട്കംസ് ആണ് ഉള്ളത്? ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് വരിക? അതിന് 6 ഫേസസ് ഉണ്ട്. 6 ഫേസസ് ഉണ്ട്. 6 ഫേസിലും 1 to 6 നമ്പേഴ്സും ഉണ്ട് അല്ലെ? അപ്പോ 1, 2, 3, 4, 5, 6 ഈ 6 ഔട്ട്കംസ് മാത്രമേ ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് വരുള്ളൂ. ഇവിടെ 200 ടൈംസ് ആണ് നമ്മൾ ത്രോ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ട്രയൽസ്, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 200 ആണ്. 200 തവണ നമ്മൾ ഡൈസ് ത്രോ ചെയ്തു. 200 തവണ ത്രോ ചെയ്യുന്ന സമയത്തും 1 കിട്ടിയത് 40 ടൈംസ്. ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്കം 1 കിട്ടുന്നത് 40 ടൈംസ്, 2 എന്ന് പറയുന്ന ഔട്ട്കം കിട്ടുന്നത് 32 ടൈംസ്, 3 എന്ന് പറയുന്ന ഔട്ട്കം കിട്ടിയത് 32 ടൈംസ്, 4 കിട്ടിയത് 25 ടൈംസ്, 5 കിട്ടിയത് 38 ടൈംസ്, 6 കിട്ടിയത് 33 ടൈംസ്. ഓരോ ഔട്ട്കമും കിട്ടിയ എത്ര തവണ കിട്ടി എന്നാണ് ഫ്രീക്വൻസി കൊടുത്തിരിക്കുന്നത്. ആ ഫ്രീക്വൻസി ടോട്ടൽ ആഡ് ചെയ്ത് നമുക്ക് 200 എന്ന് കിട്ടും. ഇനി if a dice is thrown at random, find the probability of getting the following. നമ്മൾ റാൻഡം ആയിട്ടാണ് ഈ ഡൈസ് ത്രോ ചെയ്തതെങ്കിൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 3 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി, പിന്നെ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതായിരിക്കും അല്ലെ? എനിക്കറിയില്ല മക്കളെ, നിങ്ങളുടെ സിലബസിൽ എന്തിനാ ഈ പ്രോബബിലിറ്റി ഉൾപ്പെടുത്തിയെന്ന്. എനിക്ക് എന്നെ സങ്കടം വരുന്നുണ്ട്. അടുത്ത പാഠത്തിലോട്ട് പോണോ? സാലൈസ് ഓൾഡ് എക്സാമ്പിൾസ് മാത്രം നോക്കിയിട്ട് നമുക്ക് അടുത്ത പാഠം എടുക്കാം. അടുത്ത അതിനേക്കാളും വലിയ ടഫുള്ള പാഠം, സിമ്പിൾ ഇക്വേഷൻ. അത് വലിയ പാടാണ്. ഓക്കെ, അപ്പൊ ഈ 2 പ്രോബ്ലം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അടുത്ത പാഠം തുടങ്ങാം. അപ്പൊ നമ്മളിവിടെ 1 കിട്ടിയത് എത്ര തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, 2 കിട്ടിയത് എത്ര തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 കിട്ടിയത്, 4 കിട്ടിയത്, 5 കിട്ടിയത്, 6 കിട്ടിയത്. ഓരോ ഔട്ട്കമും എത്ര തവണ കിട്ടിയിരിക്കുന്നു എന്ന് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? P of getting 1. P of getting 1. P of getting 1. 1 എത്ര തവണ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്? 1 എന്ന് പറയുന്ന ഔട്ട്കമിന്റെ ഫ്രീക്വൻസി എത്രയാ? 1 എത്ര തവണ കിട്ടിയിട്ടുണ്ട്? എങ്ങനെ നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ടൈംസ് 1 occurs
divided by total number of trials. Probability equation, number of favorable cases divided by total number of trials. ഇവിടെ number of times one occurs divided by total number of trials. എത്രയാ one occur ചെയ്യുന്ന എത്ര തവണയാ? Equal to എത്ര തവണയാ ഇവിടെ one കിട്ടിയിരിക്കുന്നത്? 40 divided by 200. 200 അല്ലേ total number of trials. 200 times അല്ലേ നമ്മൾ die throw ചെയ്യുന്നത്. അപ്പൊ 40 divided by 200. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? simplest ഫോമിലേക്ക് മാറ്റുന്നു. 4 divided by 20. 4നെ 20 കൊണ്ട് ഡിവൈഡ് 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് is equal to 1 by 5. 1 by 5 ആണ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇനി അടുത്തത് P of ഓരോന്നും ഇതുപോലെ ചെയ്യണം. ഓരോന്നും ഇതുപോലെ ചെയ്യണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. രണ്ടാമത്തേത് P of getting 3. എത്രയാണ്? ഒന്ന് നോക്കിയേ. P of getting 3 32 by 200. 32 by 200. 32 by 200 equal to 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 by 100. again 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? രണ്ടിനെ മിസ്സേ എനിക്കൊന്നും മനസ്സിലായില്ല മിസ്സേ. 4 by 25. ഒന്നും മനസ്സിലായില്ലേ? ഇല്ല മിസ്സേ, എന്നെ മമ്മി വിളിച്ചായിരുന്നു. മമ്മി ആശുപത്രിയിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ പോയതായിരുന്നു. മമ്മിക്ക് ടൈഫോയിഡാ. ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് 6 ഔട്ട്കം മാത്രമേ വരുള്ളൂ അല്ലെ ഫൈത്തെ? ഡൈസ് ത്രോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ലേ? നമ്മളിങ്ങനെ ഡൈസ് ഇങ്ങനെ മേലേക്ക് എറിഞ്ഞിട്ട് കറങ്ങി 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 അല്ലെങ്കിൽ ഇങ്ങനെ കറക്കി വിട്ടിട്ട് കറങ്ങി 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 വന്ന് നേരെ വീഴുന്ന സമയത്ത് ഏറ്റവും മേലെ വരുന്നതായിരിക്കും അതിന്റെ ഔട്ട്കം ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 6 ഔട്ട്കം നമുക്ക് കിട്ടും. 6 ഫേസിലായിട്ട് 1 to 6 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോ 6 ഔട്ട്കംസ് ആയിരിക്കും ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ? അവിടെ ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് എ ഡൈസ് ഈസ് ത്രോൺ 200 ടൈംസ്. 200 തവണ നമ്മൾ ഒരു ഡൈസ് ത്രോ ചെയ്യും. 200 തവണ ത്രോ ചെയ്യും. ആദ്യത്തെ തവണ ത്രോ ചെയ്ത സമയത്ത് നമുക്ക് 1 കിട്ടി, പിന്നെ 3 കിട്ടി, 5 കിട്ടി, 2 കിട്ടി, 4 കിട്ടി, 1 കിട്ടി. അങ്ങനെ ഓരോ തവണ ത്രോ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഔട്ട്കം കിട്ടും. 200 തവണ ത്രോ ചെയ്യുന്നതിൽ 1 പറയുന്ന ഔട്ട്കം കിട്ടിയത് 40 ടൈംസ്, 2 കിട്ടിയത് 32 ടൈംസ്, 3 കിട്ടിയത് 32 ടൈംസ്, 4 കിട്ടിയത് 25 ടൈംസ്, 5 കിട്ടിയത് 38 ടൈംസ്, 6 കിട്ടിയത് 33 ടൈംസ്. അതില് നമ്മൾ ഈ ത്രോ ചെയ്ത എക്സ്പെരിമെന്റില് ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് അതിന്റെ ഔട്ട്കം 1 ആകാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1 ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ P of getting 1. P of getting 1 എന്ന് പറയുമ്പോൾ probability of getting 1 that is equal to number of times 1 occurs divided by total number of trials. പ്രോബബിലിറ്റിയിൽ എപ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും. നമ്മൾ എത്ര തവണയാണ് ആ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക.
അപ്പൊ ഇവിടെ പി ഓഫ് ഗെറ്റിംഗ് 1 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈംസ് 1 occurs ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഒന്ന് എന്ന് പറയുന്ന ഔട്ട്കം എത്ര തവണ ഒക്കർ ചെയ്തു എന്നുള്ളതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ഒക്കർ ചെയ്തത് എത്ര തവണ ഇവിടെ 40 ടൈംസ്. അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 200. 40 ഡിവൈഡഡ് ബൈ 200. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1/5 എന്ന് കിട്ടും. നെക്സ്റ്റ് പി ഓഫ് ഗെറ്റിംഗ് 3. 3 എന്ന് പറയുന്ന ഔട്ട്കം നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി. 3 എന്ന് പറയുന്ന ഔട്ട്കം എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ ആ ടേബിൾ നോക്കിയാൽ മതി. 32 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ 32 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ഈക്വൽ ടു 200. 32 ഡിവൈഡഡ് ബൈ 200. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 4/25 എന്ന് കിട്ടും. 4/25 ആയിരിക്കും പി ഓഫ് 3, അതായത് 3 എന്ന് പറയുന്ന ഔട്ട്കം കിട്ടാനുള്ള പ്രോബബിലിറ്റി. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 6. P of getting 6. 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ എത്രയാന്ന്? എത്ര തവണ 6 ഉണ്ട് കിട്ടിയിട്ടുണ്ട് അവിടെ? 33 ടൈംസ്. അപ്പൊ 33 ഡിവൈഡഡ് ബൈ 200. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇവൻ നമ്പറും ഒന്ന് ഓഡ് നമ്പറും ആണ് ഉള്ളത്. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 33 ഡിവൈഡഡ് ബൈ 200 ആണ് പി ഓഫ് ഗെറ്റിംഗ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഏതൊക്കെയാ ഈ ഔട്ട്കമ്മിൽ ഓഡ് നമ്പർ വരുന്നത്? 135. 1, 3, 5. P of getting an odd number. P of getting an odd number എന്ന് പറയുമ്പോൾ 1ന്റെ 3ന്റെ 5ന്റെ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യും. അതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഫ്രീക്വൻസി ആണ് ആഡ് ചെയ്യേണ്ടത്. P of getting an odd number എന്ന് പറയുമ്പോൾ P of probability of getting 1, 3 and 5. 1ഉം 3ഉം 5ഉം കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് P of getting an odd number. അല്ലെ? അപ്പോ പ്രോബബിലിറ്റി ഓഫ് 1ഉം പ്രോബബിലിറ്റി ഓഫ് 3ഉം പ്രോബബിലിറ്റി ഓഫ് 5ഉം ആഡ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് 1 എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് 1 എത്ര നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്? 40. അത് നമ്പർ ഓഫ് ടൈംസ് ഒക്കെ ചെയ്യുന്നതല്ലേ? പ്രോബബിലിറ്റി എത്രയാ? 40/200. Probability of getting 3 of 32/200. 32/200. Any probability of getting 5 of 38/200. 38/200. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ കിട്ടും. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 40 + 32 72. 72 + 38 110 divided by 200. 200. 110 divided by 200 is equal to 11/20. ഇതാണ് P of getting an odd number. ഇനി P of getting an even number ആണെങ്കിലോ? P of getting an even number.
ഏതൊക്കെയായിരിക്കും ഈവൻ നമ്പർ? 2, 4, 6. Equal to P of getting 2, 4 4, and 6. 6. P of 2 എത്രയാണ്? 32 by 200. 32 by 200. P of 4, 25 by 200. 25 by 200. 200. P of 6, 33 by 200. 33 by 200. 33 by 200. Total നോക്കിയാല് 19 by 200. 65, 25, 90 by 200. That's equal to 9 by 20. 9 by 20. 9 by 20 ആണ് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് നോക്കുക, അതിന്റെ ആൻസറും നോക്കുക, മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2 coins are tossed simultaneously and we get 2 heads 105 times, 1 head 275 times and no head 120 times. Find the probability of occurrence of each of these items. Two coins are tossed simultaneously and we get 2 heads 105 times, 1 head 275 times, no head 120 times. അത് ഡയഗ്രാം വരച്ച് പറഞ്ഞുതരാം. നമ്മള് രണ്ട് കോയിൻസ് ടോസ് ചെയ്യും. രണ്ട് കോയിൻസ് ടോസ് ചെയ്യുന്ന വെച്ചാല് രണ്ട് പേരിൽ നിന്ന് ഒരേ സമയം രണ്ട് കോയിൻസ് ടോസ് ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ട് പേർക്കും രണ്ട് ഹെഡ്, ഈ ബ്ലൂ കളറിൽ കാണുന്നത് രണ്ട് ഹെഡ് ആണെന്ന് വിചാരിച്ചോ. രണ്ട് ഹെഡ് കിട്ടാനുള്ള, രണ്ട് ഹെഡ് എത്ര തവണ കിട്ടി? രണ്ട് പേരും ടോസ് ചെയ്യുമ്പോൾ രണ്ട് പേർക്കും ഹെഡ് കിട്ടിയത് എത്ര തവണ? 105 ടൈം. ഇനി ഒരു ഹെഡ് കിട്ടിയത്, ഒരു ഹെഡ് കിട്ടിയത് എത്ര തവണ? 1 head 275 times. ഇനി ഹെഡ് ഒന്നും കിട്ടിയിട്ടില്ല, ഹെഡ് ഒന്നും കിട്ടിയിട്ടില്ല, ഫുള്ള് ടെയിൽ, രണ്ടുപേർക്കും ടെയില് മാത്രം കിട്ടിയത് എത്ര തവണ? എത്ര തവണ? 120 times. അതായത് രണ്ട് പേര് ഇരുന്നിട്ട് കോയിൻ ടോസ് ചെയ്യുമ്പോ രണ്ട് പേരിൽ നിന്ന് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് രണ്ടു പേർക്കും ഹെഡ് കിട്ടിയത് 105 ടൈംസ്, ഒരാൾക്ക് മാത്രം ഹെഡ് കിട്ടിയത് 275 ടൈംസ്, ഒരാൾക്കും ഹെഡ് കിട്ടാതിരുന്നത്, അതായത് രണ്ടുപേർക്ക് ടെയില് മാത്രം കിട്ടിയത് 120 ടൈംസ്. അപ്പൊ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ ഈസ് ഈക്വൽ ടു total number of trial is equal to 105 plus 275 plus 120. That is equal to 275 plus 120, that is equal to 500. 500 times ആണ് total number of
ട്രയൽസ് എന്ന് പറയുന്നത്. അതില് P of 2 heads, 2 heads കിട്ടാനുള്ള പ്രോബബിലിറ്റി. P of 2 heads is equal to probability of 2 heads is equal to number of times two heads occurred, number of times 2 heads occurred divided by number of times 2 heads occurred divided by total number of trials. Total number of trials. എത്രയാ വരിക? Number of trials, number of times 2 heads occurred divided by total number of trials. 2 heads കിട്ടിയിരിക്കുന്നത് എത്ര തവണയാ ഇവിടെ? 105 times. That's equal to 105 divided by 500. 105 divided by 500. That is equal to 21 by 100. 21 by 100. അതായത് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത സമയത്ത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 21 by 100. ഇനി ഒരു ഹെഡ് മാത്രം കിട്ടുന്നത് P of 1 head. P of getting 1 head. P of getting 1 head is equal to 1 head കിട്ടുന്നത് ഇവിടെ 275 times. അപ്പോൾ 275 by 500. 275 by 500. That is equal to 11 by 20. (275 by 500) that is equal to 11 by 20. ഇനി ഒരു ഹെഡും കിട്ടാതിരിക്കുന്നത്, അതായത് 2 ടെയിൽ മാത്രം കിട്ടുന്നത്, 2 പേർക്കും ഹെഡ് കിട്ടാതിരിക്കുന്നതിന്റെ പ്രോബബിലിറ്റി P of no heads. P of no heads is equal to ഒരു ഹെഡും കിട്ടാതിരുന്നത് എത്ര തവണ? 120. 20 divided by 500. That is equal to 6 by 25. 6 by 25. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6 by 25 എന്ന് കിട്ടും. അപ്പൊ പ്രോബബിലിറ്റിയിൽ നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ് ഇൻ വിച്ച് ദ ഇവന്റ് ഹാപ്പൻ, ആ ഇവന്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവന്റ്, നമുക്ക് വേണ്ടുന്ന ഇവന്റ് എത്ര തവണ ഹാപ്പൻ ചെയ്യുന്നു, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, ബൈ.